ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ആഷ്വിസ് ഹിയർ. അപ്പോൾ ഇന്നൊരു കുട്ടി വീഡിയോ ആണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇപ്പോൾ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കുന്നുണ്ട് ബിഗിനേഴ്സിനായിട്ടുള്ള ക്രോഷേ ട്യൂട്ടോറിയൽസ് ഇടാവുമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടല്ലോ. ഞാൻ ഈയിടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന വീഡിയോ ഷോർട്സ് ഒക്കെ ഇട്ടപ്പോഴും കുറച്ച് പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളും ചോദിച്ചായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റിച്ചസും കാണിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ബിഗിനിങ്ങിൽ ഞാനും നിങ്ങളെ പോലെ യൂട്യൂബൊക്കെ നോക്കി അല്ലാതെയൊക്കെയാണ് പഠിച്ചത്. ഇപ്പം എന്നെ കൊണ്ട് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. പലരും കമന്റ് ഇടുന്നുണ്ട്, ബോയ്സ് ആക്ച്വലി ക്രോഷേ ചെയ്യുന്നത് ആദ്യമായിട്ട് കാണുവാണ്. ഞാനതിൽ പ്രൗഡാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾ ആണായാലും പെണ്ണായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണെങ്കിൽ ചെയ്യുക. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ക്രോഷേ സ്റ്റിച്ചസ് ഒക്കെ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് 4.5 mm ഒരു ഹുക്കാണ്. ഇത് എൻ്റെ ഫ്രണ്ട് ഷിംലയിൽ നിന്ന് കൊണ്ടുവന്നൊരു ഹുക്കാണ്. എൻ്റെ ഫ്രണ്ട് ഷിംലയിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് പോയപ്പോൾ ആളെനിക്ക് കൊണ്ടുവന്ന് തന്നാണിത്. അതാണ് ഇത് എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. ആൻഡ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന യാൺ വൂളൻ യാണാണ്. സൺഫ്ലവർ യെല്ലോ കളറാണ്. ഞാൻ ഇതിനുകൊണ്ട് സൺഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ സൺഫ്ലവർ. ക്യൂട്ടല്ലേ? ബിഗിനിങ് ടൈമിൽ ഉണ്ടാക്കിയ ഒരു സൺഫ്ലവർ ആണ്. ഇത് എനിക്ക് വേണ്ടി തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ്. ക്യൂട്ടല്ലേ ഗൈസ്? ഒരു നല്ല പോട്ടിൽ നമ്മുടെ സൺഫ്ലവർ ഇങ്ങനെ പൂത്തുമുക്കി. കാരണം എനിക്ക് സൺഫ്ലവേഴ്സ് ഇച്ചിരി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണത്. അപ്പോൾ ഇന്ന് ആ സെയിം കളറിലെ യാൺ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ക്രോഷേ ബിഗിനേഴ്സിനുള്ള സ്റ്റിച്ചസ് ഒക്കെ കാണിച്ചു തരാൻ പോകുന്നത്. സിമ്പിൾ വീഡിയോ ആണ്, ഈസിയാണ്. അധികം സമയമൊന്നും എടുക്കാൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ക്രോഷേ താല്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അത് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇത് സ്കില്ലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആർക്കും വേണമെങ്കിലും ചെയ്തെടുക്കാം. പക്ഷെ നമുക്ക് ആ ഒരു ബാലൻസ് അല്ലെങ്കിൽ ആ ഒരു മസിൽ മെമ്മറി കിട്ടുന്നവരെ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണമെന്നേ ഉള്ളൂ. പ്രാക്ടീസ് ഇസ് ദ കീ. നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പം മാക്സിമം എല്ലാവരും കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ചെയിൻ സ്റ്റിച്ച് ഇടാനും സ്ലിപ്പ് സ്റ്റിച്ച് ഇടാനും സിംഗിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, ട്രിപ്പിൾ ക്രോഷേ, ഇത്രയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പറ്റുവാണെങ്കിൽ 4.5 mm ഒരു ഹുക്കും വൂളൻ ആ ഒരു സെയിം സൈസിലുള്ള യാണും എടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ യാണായാലും മതി. 2.5 പെർഫെക്റ്റ് ആയിരിക്കും. ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്തത് 2.5 അപ്പോൾ അങ്ങനെ ഇതിപ്പം കുറച്ചുകൂടെ കാണാൻ എളുപ്പമാണ്. കുറച്ച് വലുതാകുമ്പം കുറച്ചുകൂടെ വിസിബിൾ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ എടുക്കും. നമ്മൾ ആദ്യമേ കാണിക്കാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ച് ആണ്. നമ്മൾ ആദ്യം ചെയിൻ സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് നോട്ട് ഉണ്ടാക്കുകയാണ്. സോ ഞാൻ യൂസ് ചെയ്യുന്ന വേ ഇതാണ്. നമ്മൾ ആദ്യമേ ഇങ്ങനെ കയ്യിൽ റിംഗ് പോലെ ഇട്ടിട്ട് 1, 2, 3 എന്ന രീതിയിൽ നമ്മൾ യാൺസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കണം. എന്നിട്ട് 4th സ്റ്റെപ്പിൽ നമ്മൾ ആ യാൺ വലിച്ച് മുകളിലേക്കാക്കി അതൊരു നോട്ടാക്കണം. അങ്ങനെയാണ് ഞാൻ നോട്ട് ഇടാറ്. ഇനി സിമ്പിളാണ്. നമ്മൾ ഹുക്ക് കൊണ്ട് യാണിനെ കൊളുത്തി ഓരോ തവണയും ഈ നോട്ടിനുള്ളിലൂടെ പുറത്തേക്ക് കൊണ്ടുവരിക. ഇത് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കിട്ടും. അടുത്തായിട്ട് നമ്മൾ ഈ ചെയിനിൽ ഒരു റോയും കൂടെ ഉണ്ടാക്കിയിട്ട് ഈ സെക്കൻഡ് റോയിൽ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ പോവാണ്. സ്ലിപ്പ് സ്റ്റിച്ച് ഇടുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ചെയിനിലൂടെ നമ്മൾ ഹുക്ക് കടത്തി വിട്ട് യാൺ ഉടക്കിയെടുത്ത് പുറത്തേക്ക് എത്തിച്ച് നമ്മൾ യാണിനെ നോട്ടിലൂടെ പുറത്തേക്ക് എടുക്കുകയാണ്. അങ്ങനെ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് കിട്ടും. അടുത്തായിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് നമ്മൾ ഇടുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ചെയിനിലൂടെ ഹുക്ക് കടത്തി വിട്ട് യാൺ ഉടക്കിയെടുത്ത് അതേ ഹുക്കിലൂടെ തന്നെ പുറത്തേക്ക് എടുത്ത് നമ്മുടെ ഹുക്കിൽ കൊളുത്തി വെക്കുകയാണ്. ഇതിനുശേഷം വീണ്ടും നമ്മൾ യാൺ ഉടക്കി നമ്മുടെ ഹുക്കിലുള്ള 2 ലൂപ്പിലൂടെയും പുറത്തോട്ട് വലിക്കണം. അങ്ങനെയാണ് സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. അടുത്തതായിട്ട് ഹാഫ് ഡബിൾ ക്രോഷേ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനായി ആദ്യം നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് വേണം ഹുക്കിലൂടെ സ്റ്റിച്ച് കടത്തി വിടാൻ. ഇനി യാൺ ഉടക്കി നമ്മൾ ആ സ്റ്റിച്ചിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടാവും. ഇനി വീണ്ടും യാൺ ഉടക്കി നമ്മൾ ഈ 3 ലൂപ്പിലൂടെയും ഒരുപോലെ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ കിട്ടും. അടുത്തതായിട്ട് നമ്മളൊരു ഡബിൾ ക്രോഷേ ചെയ്യാൻ പോവുകയാണ്. അതിന് നമ്മൾ യാൺ ഓവർ ചെയ്ത് ചെയിനിലൂടെ ഹുക്ക് കടത്തി വിട്ട് യാൺ ഉടക്കി എടുക്കുമ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടാവും. ഇനി വീണ്ടും നമ്മൾ യാൺ ഉടക്കി ആദ്യത്തെ 2 ലൂപ്പിലൂടെ യാൺ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ നമ്മുടെ ഹുക്കിൽ വീണ്ടും 2 ലൂപ്പ് ബാക്കി ഉണ്ടാവും. ഇനി വീണ്ടും നമ്മൾ യാൺ ഉടക്കി ഈ 2 ലൂപ്പിലൂടെ യാൺ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് ഒരു ഡബിൾ ക്രോഷേ കിട്ടും. ഇനി ട്രിപ്പിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടി നമ്മൾ 2 തവണ യാൺ ഓവർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടാവും. ഇനി നമ്മൾ ചെയിനിലൂടെ ഹുക്ക് കടത്തി വിട്ട് യാൺ ഉടക്കി ചെയിനിലൂടെ അത് പുറത്തെടുക്കുമ്പോൾ നമ്മുടെ ഹുക്കിൽ 4 ലൂപ്പ് ഉണ്ടാവും. ഇനി നമ്മൾ യാൺ ഉടക്കി എടുത്ത് ആദ്യത്തെ 2 ലൂപ്സിലൂടെ യാൺ പുറത്തേക്ക് എടുക്കണം. ഇപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് ഉണ്ടാവും ബാക്കി. ഇനി വീണ്ടും നമ്മൾ യാൺ ഉടക്കിയെടുത്ത് അടുത്ത 2 ലൂപ്സിലൂടെ യാൺ പുറത്തേക്ക് എടുക്കണം. ഇനി അവസാനമായിട്ട് നമ്മൾ യാൺ ഉടക്കി ലാസ്റ്റ് 2 ലൂപ്പിലൂടെ കൂടി പുറത്തേക്ക് എടുക്കണം. അപ്പം നമുക്ക് ഒരു കംപ്ലീറ്റ് ട്രിപ്പിൾ ക്രോഷേ കിട്ടും. ഇപ്പം ഇത് കാണാൻ ഒരു പിzzയുടെ ഒരു പീസ് എടുത്ത പോലെ ഇല്ല ഗൈസ്? ക്യൂട്ടല്ലേ ഗൈസ്? നമ്മളിപ്പോൾ സിംഗിൾ ക്രോഷേ ചെയ്തു. ഇത് ഹാഫ് ഡബിൾ ക്രോഷേ ആണ്. ഇത് ഡബിൾ ക്രോഷേ ആൻഡ് ഇത് സാക്ഷാൽ ട്രിപ്പിൾ ക്രോഷേ. ഗൈസ്, അപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി പ്രത്യേകം കുറച്ച് സമയം കൊണ്ട് എടുത്ത് ചെയ്താണ്. സിമ്പിളായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നും ഇതെല്ലാവരും ചെയ്ത് നോക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം.
അപ്പോൾ എല്ലാവരും കണ്ട് ട്രൈ ചെയ്യുക. എല്ലാവരെ കൊണ്ടും പറ്റും, ഐ എം ഷുവർ. കാരണം എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. അപ്പം ട്രൈ ചെയ്യുക. നമുക്ക് കുറച്ച് ഓർഡേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും. അപ്പം until we meet again, bye. Happy crocheting. Thank you guys. Thanks for watching. Love you.